Good afternoon. Good afternoon, ma'am. Good afternoon. Yes, good afternoon. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ. എങ്ങനെയുണ്ടായി പെരുന്നാളൊക്കെ? ആഘോഷിച്ചോ എല്ലാവരും? പെരുന്നാളൊക്കെ കാരണം കുറച്ച് പേരുള്ളല്ലോ ഇന്ന് ക്ലാസ്സില്. ബാക്കി എല്ലാവരൊക്കെ എന്താണ്, തിരക്കാണോ? സുഹൈന ഒന്നുമില്ലേ ക്ലാസ്സില്? ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു വ്രതകാലം അവസാനിച്ചു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു നോമ്പ്? നന്നായി എടുക്കാൻ പറ്റിയോ എല്ലാവർക്കും? ഓക്കെ. ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ അല്ലെ? ഇന്നലെ മാത്രം വരുന്നില്ലേ? ഞാൻ ചോദിച്ചതേ, ഈ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് അത് തന്നെയാണോ പെരുന്നാള്? അല്ലെങ്കിൽ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വേറെ പെരുന്നാളുണ്ടോ? അറിയാൻ പാടില്ല ചോദിക്കണേ. ആണോ? ആ, ഉണ്ട്. രണ്ടെണ്ണം ഉണ്ടല്ലേ? അതെന്നാണോ? അതെന്നാണപ്പോ? ജൂണിലൊക്കെ. ഓക്കെ. അപ്പൊ അപ്പോഴും നിങ്ങൾ ഇതുപോലെ നോമ്പെടുക്കേണ്ടി വരും? വേണ്ട അല്ലെ? ഒരു നോമ്പുള്ളൂ. ഓക്കെ, ശരി. യെസ്, 70 ദിവസം കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ ജസീല. യെസ്, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ? നമ്മൾ വാല്യൂ അനാലിസിസ് എടുത്തു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് പറഞ്ഞു. ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ടൈപ്സ് ഓഫ് വാല്യൂസ്. യെസ്. നെക്സ്റ്റ്, purpose or aims in doing value analysis. Purpose or aims in doing value analysis. വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിന്റെ എന്താണ് അതിന്റെ ഒരു പർപ്പസ്, അതിന്റെ പ്രയോജനം എന്താണ്? അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ മൂല്യം അളക്കുന്നതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ മൂല്യം എന്തിനാണ് നമ്മള് അതിന് ആ ഒരു വാല്യൂ അനാലിസിസ് ചെയ്യാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വാല്യൂ അനാലിസിസ് ചെയ്യുന്നത്? പർപ്പസ്. What are the purpose of value analysis? Okay, എന്തൊക്കെയാണ്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. റിമൂവൽ ഓഫ് ആൻ ഐറ്റം ഇത് നമ്മൾ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലെ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നോ? ശരിക്കും വാല്യൂ അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി, ഒരു മെറ്റീരിയലിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കി, വാല്യൂ അത് മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കള് റിമൂവ് ചെയ്യും. അതാണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മള് പുതിയ ടി വി, പഴയ ടി വി, ഏതിനായിരിക്കും വില ഉണ്ടാവുന്നത്? പുതിയ ടിവിക്കാണോ പഴയ ടിവിക്കാണോ വില ഉണ്ടാവുന്നത്? ഏതിനായിരിക്കാം? പുതിയതിനായിരിക്കും വില ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ
പഴയത് ഉപയോഗിക്കാൻ പറ്റാതായാലും മാത്രമായിരിക്കും നമ്മളത് സ്കാർപ്പിൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പുതിയ വരുമ്പോൾ പഴയത് ആർക്കെങ്കിലും കൊടുക്കുക, ഇതിൽ ഏതെങ്കിലും ചെയ്യും. അപ്പൊ അവിടെ മൂല്യം ഒന്നും നഷ്ടപ്പെടുന്നില്ല അല്ലെ. എന്ത് കൊടുത്താലും ഇപ്പൊ പേപ്പർ ആണെങ്കിലും നമ്മളത് കൊടുക്കുന്ന സമയത്ത് എന്താണ് അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ വാല്യൂ മാറ്റം വരുന്നുണ്ട്, ഒന്നിനും വാല്യൂ ഇല്ലാണ്ടാവുന്നില്ല അല്ലെ. ഓക്കെ, ഇപ്പൊ പുതിയ ടി വി വാങ്ങിച്ച് പഴയ ടി വി കൊടുക്കുന്ന സമയത്ത് അതിനൊരു ചെറിയ മൂല്യം കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ റിമൂവൽ ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? അതായത് വസ്തുക്കളുടെ മൂല്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മള്? അത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അത് വാല്യൂ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന സാധനത്തിന് വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഐറ്റം നമ്മൾ റിമൂവ് ചെയ്യും അല്ലെ, അതിനെ മാറ്റി നിർത്തും. ദെൻ വാല്യൂ ഉള്ള സാധനമാണെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. വാല്യൂ ഇല്ലാത്ത സാധനത്തിന് നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ് അതിന്റെ ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. കുറച്ച് സ്പീഡിൽ പോട്ടാ. Utilization of standard components for cost reduction. Second one എന്താണ്? Utilization of standard components for cost reduction. എന്താണ്? Utilization of standard components for cost reduction എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്? കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതായത് എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? നിലവാരമുള്ള വസ്തുക്കൾ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിൻ്റനൻസ് ഉണ്ടാവാൻ പാടില്ല. അത്യാവശ്യം കുറെ നാളെങ്കിലും നിൽക്കുന്ന തരത്തിലായിരിക്കും, അതിന്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ നല്ല കമ്പോണൻസ് ഉള്ള നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു മെഷീൻസ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, മോശമായ ഒരു സാധനമാണ് വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. അതിന് ആവശ്യമില്ലാതെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മള് എന്താ പറയുക, സെക്കൻഡ് ഹാൻഡ് സാധനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് എപ്പോഴും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിച്ചു വിചാരിക്കും, എപ്പോഴും മിക്കവാറും നമുക്ക് വർക്ക്ഷോപ്പിൽ തന്നെ കയറ്റാനായിരിക്കുള്ള സമയം അല്ലെ. അപ്പൊ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരും. എന്തെങ്കിലുമൊക്കെ തകരാറുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ വന്നിരിക്കും. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ഉള്ള സാധനങ്ങൾ തന്നെയായിരിക്കണം വാങ്ങിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് എന്താണ്, നമുക്ക് മെയിൻ്റനൻസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കും, അത് കുറെ കാലം നിലനിൽക്കുന്നതായിരിക്കും. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് all features of an item. Inspection of all features of an item. എന്താണ്? ഇൻസ്പെക്ട് ചെയ്യുക. ഏതൊരു ഐറ്റം ആണോ നമ്മൾ വാങ്ങിക്കുന്നത്, ഏതൊരു എക്യുപ്മെന്റ് ആണോ വാങ്ങിക്കുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യും നമ്മള്? നോക്കും, നല്ല ഫീച്ചേഴ്സ് ആണോ, നല്ല രീതിയിൽ വർക്കിംഗ് ആണോ, അതിന് എല്ലാ രീതിയിലുള്ള കമ്പോണൻസ് അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ആ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം നോക്കൂലേ? അതിനെ കാണാനുള്ള അട്രാക്ഷൻ നോക്കും, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, എത്രത്തോളം രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും, എത്ര കാലം നിലനിൽക്കുന്ന രീതിയിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു അല്ലെ. അതിന് എന്തൊക്കെ ബാക്കി ഫീച്ചേഴ്സ് ഉണ്ട്, എന്തെല്ലാം സവിശേഷതകൾ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ സാധനം, എന്ത് സാധനം ആയിക്കോട്ടെ അത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത്. അതായത് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതുപോലെ തന്നെ പ്രൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത്. യെസ്. Then inspection of cheaper quality materials for the advantages and use in an organization. Inspection of cheaper quality materials for the advantages and use in an organization. എന്താ പറയുന്നത്? ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ്. എന്താണ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? എന്താണ്?
ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ്. അപ്പൊ അതായത് ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഉപയോഗത്തിനും നേട്ടങ്ങൾക്കുമായിട്ട് എന്താണ് വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസിന് എന്തെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കോ? ചീപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസിന് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിരിക്കോ? ഉണ്ടാവോ? കോസ്റ്റ് കുറവായിരിക്കും അല്ലെ. ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസിന് എന്ത് കുറവായിരിക്കും? വില കുറവായിരിക്കും അല്ലെ, റേറ്റ് കുറവായിരിക്കും എന്നൊരു അഡ്വാൻറ്റേജസ് മാത്രമാണ് നമുക്കുള്ളത് അല്ലെ. ഇപ്പൊ സെയിം മെറ്റീരിയൽ പല രീതിയിലായിരിക്കും. ഇപ്പൊ ചീപ്പർ ക്വാളിറ്റിയിലുള്ള ഏത് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിന് പല കടകളിൽ പല വിലകളായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. അത്തരത്തിലുള്ള ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടോ എന്നും കൂടി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വാല്യൂ അനാലിസിസ് ഉപയോഗിക്കും. നമ്മൾ പറയുന്നില്ലേ, ഇപ്പൊ എല്ലാ സാധനത്തിനും മൂല്യമുണ്ട്. അപ്പൊ ചീപ്പർ ആയിക്കോട്ടെ എങ്കിലും എന്താണ് ആ വസ്തുവിന് ഒരു മൂല്യക്കുറവ് അവിടെ വരുന്നില്ല. എന്തെങ്കിലും തരത്തില് പോരായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആ വസ്തുവിന് അവിടെ എന്തുണ്ടാവില്ല, ഗുണം ഉണ്ടാവില്ല, എനിക്ക് വാല്യൂ ഉണ്ടാവില്ല എന്ന് പറയുള്ളൂ. പക്ഷെ ചീപ്പർ ആണെങ്കിൽ കൂടി എന്താണ് ആ മെറ്റീരിയലിന് ഒരു വാല്യൂ ഇവിടെ പറയുന്നുണ്ട്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ വാല്യൂ കുറഞ്ഞ മെറ്റീരിയൽസ് പല കടകളിലും വിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ കൂടി എന്താണ് നമ്മളത് കൃത്യമായ രീതിയിൽ അത് ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, then fifth point, inspection of alternative source and price in relation to the money to be spent and realizations of its worth in due course. Inspection of alternative and price in relation to the money to be spent and realization of its worth in due course. എന്താണ് പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയാ പോയിന്റ് ഒന്ന്. എന്താണ് നിങ്ങൾക്ക് ആ പോയിന്റിൽ നിന്ന് മനസ്സിലാവുന്നത്? ഓക്കെ, ഒരേ സാധനം വേറൊരു സ്ഥലത്ത് നോക്കണം. യെസ്, നോക്കാം. എന്താണ് നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ടുള്ള ഒരു പണം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും എന്താണ് അത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു സോഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാകും. ഇപ്പൊ ഏത് സാധനമാണോ നമ്മൾ വാങ്ങുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനൊരു ഓൾട്ടർനേറ്റീവ്, അതിനൊരു എന്ത് സാധനമാണെങ്കിലും എന്തുണ്ടാവും അതിനൊരു മണി, അതിനൊരു എന്താ പറയാ, യഥാർത്ഥ മൂല്യം. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പോലെ കോസ്റ്റ് വാല്യൂ പഠിച്ചപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? കോസ്റ്റ് വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? എന്താണ് കോസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ പഠിച്ചത്? കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? മറന്നുപോയോ? ഫംഗ്ഷൻ ആണോ കോസ്റ്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു വസ്തുവിന്റെ കൃത്യമായിട്ടുള്ള വില അല്ലെ, ഒരു വസ്തുവിന് എത്ര രൂപ ചിലവുണ്ട്, ഒരു വസ്തുവിന് കൃത്യമായി വില കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ മൂല്യം അല്ലെ, യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ് വാല്യൂ അനാലിസിസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് എന്ത് ഇൻസ്പെക്ട് ചെയ്യാന്നാണ് പറയുന്നത്? ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി spent and realization of its worth in due course. അതായത് ഏത് സാധനമാണോ വാങ്ങിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അത് മാത്രമല്ല എന്താണ് അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ആ സാധനം വാങ്ങിക്കാനായിട്ട്. അത് തന്നെയാണ് വാല്യൂ അനാലിസിസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. വാല്യൂ അനാലിസിസ് കൊണ്ട് ഈ മൂല്യ വിശകലനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അത് തന്നെയാണ്, ഒരു വസ്തുവിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക. ഓക്കെ, ഒരു വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് ഫിഫ്ത്ത് പോയിന്റില് പറയുന്നത്. മനസ്സിലായോ? എന്തൊക്കെയായിരുന്നു പർപ്പസുകൾ പറഞ്ഞത്? വാല്യൂ അനാലിസിസിന്റെ പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് എന്താ പറഞ്ഞത്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. എന്താണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത്?
നമ്മളിവിടെ വസ്തുക്കളുടെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യും, നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി അനാവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്താണ്, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ള മെഷീൻസിൽ മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, കോസ്റ്റ് റിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനിടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് വരുന്നില്ല. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. എന്താണ്, ഓരോ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാ ഫീച്ചേഴ്സും നോക്കണം അല്ലെ. അതിന്റെ ക്വാളിറ്റി നോക്കണം, അതിന്റെ ബാക്കി പ്രൈസ് എങ്ങനെയാണ്, മറ്റു ഫീച്ചേഴ്സ് എല്ലാം നോക്കിയിട്ട് കൃത്യമായ സവിശേഷതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു സാധനം വാങ്ങേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യും, എന്ത് സാധനമാണെങ്കിലും കൂടി നമ്മൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടായിരിക്കണം വാങ്ങേണ്ടത്. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്തുണ്ടാക്കുന്നുള്ളൂ, അതിനൊരു വാല്യൂ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഐഫോണിന്റെ കേസസ് പറയുമ്പോൾ ഐഫോണിന് അത്രയും വാല്യൂ കിട്ടാനുള്ള ഒരു കാര്യം എന്താണ്, അതിന്റെ ഫംഗ്ഷൻ അല്ലെ, അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ വൈബ്രന്റ് ആണ് അല്ലെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഐഫോണിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനൊരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്, ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് വാങ്ങിക്കുന്നെങ്കിൽ എന്താണ്, നമ്മളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അപ്പൊ എന്താണ്, സെയിം മെറ്റീരിയൽസിന് പല റേറ്റ് ആണ് കടകളിലെ പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ആ പ്രൊഡക്റ്റിന് ഏറ്റവും വില കുറഞ്ഞ കടയിൽ നിന്ന് വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുമോ? അതായത് ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനുമായിട്ട് വില കുറഞ്ഞ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന എന്നാണ് പറയുന്നത്. അപ്പോൾ ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് കൂടി അനലൈസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു സാധനം വാങ്ങിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസിന് എന്തുണ്ട്, അതിന് നല്ല രീതിയിലുള്ള യൂസ് ഉണ്ട്, അതിന് വാല്യൂ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഓക്കെ, ഫിഫ്ത് പോയിന്റിൽ എന്താ പറയുന്നത്, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ് ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സസ്. എന്താണ് പറയുന്നത്, ഏത് സാധനമാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന് യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് വേണം, ഓക്കെ, തിരിച്ചറിഞ്ഞിട്ട് വേണം ആ ഒരു സാധനം നമ്മൾ വാങ്ങിക്കേണ്ടത്. അതായത് കോസ്റ്റ് വാല്യൂ, അതിന് മോണിറ്ററി വാല്യൂ തിരിച്ചറിഞ്ഞിട്ട് വേണം ആ സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വാല്യൂ അനാലിസിസ് കൊണ്ടുവന്നിരിക്കുന്നത്. വാല്യൂ അനാലിസിസിലൂടെ നമുക്ക് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് ഏതൊക്കെ ഐറ്റംസ് മാറ്റണം, ഏതൊക്കെ ഐറ്റംസ് കോസ്റ്റ് റിഡക്ട് ചെയ്ത് വാങ്ങിക്കണം, ചീപ്പർ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് വാല്യൂ അനാലിസിസ് വളരെയധികം എന്താണ് സഹായകമാകുന്നു. അതാണ് അതിന്റെ മെയിൻ പർപ്പസസ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ ഒന്ന് കംപ്ലീറ്റ്. ക്ലിയർ ആണോ പർപ്പസ്, വാല്യൂ അനാലിസിസിന്റെ പർപ്പസ് ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെ മെറ്റീരിയൽ മാനേജ്മെന്റ് സ്ട്രക്ചർ എങ്ങനെയാണ് പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹെഡ് ഓഫ് ദ പൊസിഷൻസ് എന്ന് പറയുന്നത് ആരാണ്, മെറ്റീരിയൽസ് മാനേജർ ആണ് അല്ലെ. ഹെഡ് ഓഫ് ദ പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരാണ്, മെറ്റീരിയൽസ് മാനേജർ ആണ്. ഓക്കെ, ഇനി
അദ്ദേഹത്തിന്റെ കീഴിലാണ് രണ്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ വരുന്നത്. മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലാണ് രണ്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് പർച്ചേസ് ആൻഡ് സ്റ്റോർസ്. പർച്ചേസ് ആൻഡ് സ്റ്റോർസ്. നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് പർച്ചേസിന്റെ നേരെ പർച്ചേസ് മാനേജർ എന്നാക്കാട്ടോ. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പർച്ചേസ് മാനേജർ എന്നാക്കാം. ഈ പർച്ചേസിന്റെ ഇപ്പുറത്ത് പർച്ചേസ് മാനേജർ എന്നാക്കാം. ദെൻ സ്റ്റോർസിന്റെ ഇവിടെ സ്റ്റോർസ് മാനേജർ എന്ന് എഴുതണം കേട്ടോ. സ്റ്റോർസ് മാനേജർ എന്ന് എഴുതണം. ഇവിടെ പർച്ചേസ് മാനേജർ എന്ന് എഴുതണം. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ മെറ്റീരിയൽ മാനേജർ, അപ്പൊ ഇതിങ്ങനെ രണ്ട് വിഭാഗം, മെറ്റീരിയൽ മാനേജറിന്റെ കീഴിൽ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് ലേറ്റ് ആയിട്ടാണ് കയറിയത് ക്ലാസ്സില്? ഓക്കെ, അപ്പൊ മെറ്റീരിയൽ മാനേജറിന്റെ കീഴിൽ രണ്ട് വിഭാഗങ്ങൾ വരുന്നുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ആരാണ്? പർച്ചേസ് മാനേജർ. ദെൻ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? സ്റ്റോർസ് മാനേജർ. മെറ്റീരിയൽ മാനേജറുടെ കീഴില് പർച്ചേസ് മാനേജർ, ദെൻ സ്റ്റോർ മാനേജർ. പർച്ചേസ് മാനേജറുടെ കീഴിൽ വരുന്നത് ആരുടെയാണ്? ബർത്ത്ഡേ ആരുടെയാണോ? ആണോ? തന്റെ പേരെന്താണ്? വിഘ്നേഷ് ബാബു എന്നുള്ളത് വേറെന്തോ അല്ലേ പേര്? ഇതന്നെയാണോ? വിഘ്നേഷ് തന്നെയാണോ? ഓക്കെ, സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാവരും വിഷ് ചെയ്യണേ. ഹാപ്പി ബർത്ത്ഡേ വിഘ്നേഷ്. കേക്ക് കട്ട് ചെയ്തോ? ഓക്കെ, ഇല്ല. പിന്നെന്താണ് ക്ലാസ്സിൽ കയറാതെ? ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ച സെലിബ്രേഷൻ ആയിട്ടാണ് ഇനി കയറാതിരുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും വിഘ്നേഷ്. ഹാപ്പി ആയിട്ടിരിക്കണേ. എടോ, ഇനി ഏപ്രിൽ ഫസ്റ്റ് അല്ലേ? മനസ്സിലായോ വിഘ്നേഷിന് എന്താന്ന്? ഇന്ന് കുറെ പേരുടെ ബർത്ത്ഡേ ഉണ്ടോ ഏപ്രിൽ ഫസ്റ്റിന്? കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏപ്രിൽ ഫസ്റ്റിന്റെ പ്രത്യേകത അറിയോ എനിക്ക്? രഞ്ജിതൊക്കെ മനസ്സിലായി. ഇനി ഞങ്ങളെ ഫുള്ളാക്കിയതാണോ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വിഘ്നേഷ്? അല്ലല്ലോ, പറഞ്ഞ നമ്മളാണ് വണ്ടി. അല്ലല്ലോ, അല്ല ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. വേണോ? ശരിക്കും ബർത്ത്ഡേ ആണ് കേട്ടോ. ശരിക്കും വിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ശരി. യെസ്, ദെൻ മെറ്റീരിയൽസ് പർച്ചേസ് മാനേജർ, സ്റ്റോർ മാനേജർ. ഓക്കെ, ഇനി പർച്ചേസ് മാനേജറുടെ കീഴില് ആരൊക്കെ വരുന്നത്? അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ് കേട്ടോ. പർച്ചേസ് മാനേജറുടെ കീഴിലായിട്ട് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്. ദെൻ സ്റ്റോർസ് മാനേജർ. സ്റ്റോർസ് മാനേജറിന്റെ കീഴിലായിട്ട് അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർസ് അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ. സ്റ്റോർ അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ. അപ്പൊ ഇങ്ങനെയാണ് ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ പോകുന്നത്. അപ്പൊ ഇവരാണ് ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മെറ്റീരിയൽ മാനേജേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് രണ്ട് വിഭാഗങ്ങളിലായിട്ട് കൊടുക്കുന്നത്. പർച്ചേസ് മാനേജർക്കും ഒന്ന് സ്റ്റോർ മാനേജേഴ്സിനും കൊടുക്കുന്നു. അവരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ അണ്ടറിൽ കൊടുക്കുന്നത്. പർച്ചേസ് മാനേജർ അസിസ്റ്റന്റ് മാനേജറിന് കൊടുക്കുന്നു. അദ്ദേഹമാണ് പർച്ചേസ് അസിസ്റ്റന്റിന് ബാക്കിയുള്ള ഡ്യൂട്ടീസുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? സ്റ്റോർസ് മാനേജർ ആണ് സ്റ്റോർ അസിസ്റ്റന്റ് മാനേജർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? സ്റ്റോർ കീപ്പേഴ്സ് വരുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കണം കേട്ടോ.
ഓക്കെ. കേട്ടോ പിള്ളേരെ? എന്താണ് അൽഫിയ? അസിസ്റ്റന്റ് മാനേജർ ഇവിടെ രണ്ടാളും ഒന്ന് കാണുമെന്ന്? അല്ലടോ, ഇത് പർച്ചേസ് മാനേജറുടെ കീഴില് പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ വരുന്നു. ഇത് സ്റ്റോർ മാനേജറുടെ കീഴില് സ്റ്റോർ അസിസ്റ്റന്റ് മാനേജർ ആണ്. രണ്ടും രണ്ട് വ്യക്തികളാണ്. ഓക്കെ. നെക്സ്റ്റ് പർച്ചേസിംഗ്. വാട്ട് ഈസ് പർച്ചേസിംഗ്? എന്താണ് മസിഹത്ത്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ മസിഹത്ത് സാധനങ്ങൾ മേടിക്കുക. ഓക്കെ, യെസ്. മസിഹത്ത് പർച്ചേസ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാറ്? യെസ്, പർച്ചേസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ചെയ്യാറ്? ഒറ്റയ്ക്ക് പോയി പർച്ചേസ് ചെയ്യാറുണ്ടോ സാധനങ്ങൾ? ചെയ്യാറില്ല. മസിഹത്ത് ചെറിയ കുട്ടിയാണോ? അല്ല. പർച്ചേസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, ഓക്കേടോ. ആ, രണ്ട് ചെറിയ കുട്ടികളുണ്ടോ? പർച്ചേസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെറിയ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഒരു കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവര് കടയിലൊന്നും ചിലപ്പോ പാരന്റ്സ് വീട്ടിലായിരിക്കും, പഠിക്കണല്ലേ എന്നൊക്കെ. അതുകൊണ്ട് ചോദിച്ചാണ് താമസിയാത്ത. ഓക്കെ, നമുക്ക് നോക്കാം. Purchasing is the arranged acquisition of goods and services for the buying entity. Purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. Purchasing done as per the needs of activities undertaken by the hospital. Yes, purchasing is the arranged acquisition of goods and services for the buying entity. എന്താണ് entity എന്ന് പറയുന്നത്? entity means organization അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ entity എന്ന് പറയുന്നത് കേട്ടോ. entity അറിയാത്തവരെ എഴുതി വെച്ചോളൂ. സ്ഥാപനം. ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു വാങ്ങുന്ന വ്യക്തിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാകുന്നതിനെയാണ് നമ്മൾ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, വാങ്ങുന്ന വ്യക്തിക്ക് ആരാണോ വാങ്ങിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ക്രമീകരിച്ച രീതിയിൽ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു മാനർ ഉണ്ടായിരിക്കുന്നതിന് അല്ലെ. അതായത് ഏത് സാധനം എങ്ങനെ വാങ്ങിച്ചാലും നമുക്ക് എന്താണ് വെറുതെ പോയിട്ടൊന്നുമല്ല നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് കുറച്ചൊരു എന്താ പറയാ, അതിന് കുറച്ചൊരു എന്താ പറയാ, സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ക്രമീകരിച്ചൊരു രീതി ഉണ്ട് അല്ലെ. ആ രീതിയിലാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? നമുക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സാധനം വാങ്ങിക്കുമ്പോ എന്ത് സാധനങ്ങളായിക്കോട്ടെ നോക്കി നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ആ സാധനം വാങ്ങിക്കാൻ പറ്റുമോ? മെറ്റീരിയൽസ് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പോകുമ്പോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ കുട്ടി ബോയ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഫോൺ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് അതിന് നോക്കാറ്? ആ, ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ബോയ്സ് എന്തായിരിക്കും നിങ്ങൾ അതെങ്ങനെയാണ് നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാറ്? ആ, ഫീച്ചേഴ്സ് നോക്കും അല്ലെ. ഫീച്ചേഴ്സ് നോക്കും, പ്രൈസ് നോക്കും, കോസ്റ്റ്. ഓക്കെ, നല്ല ഷോപ്പിംഗ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അത്യാവശ്യം നല്ലൊരു സൈസ് നോക്കും, ക്വാളിറ്റി നോക്കും, ലാസ്റ്റിങ് എത്ര വർഷം നീണ്ടു നിൽക്കും അല്ലെ. ക്യാമറ ക്വാളിറ്റി നോക്കും. മെയിനായിട്ട് ഫോൺ വാങ്ങിക്കുന്നത് നമ്മൾ എന്തിനാണ്? ക്യാമറ ആയിരിക്കും അല്ലെ. ഫോട്ടോസ് നല്ല രീതിയിൽ എടുക്കുന്നതിനായിരിക്കും. റാം നോക്കും,
സ്റ്റോറേജ് എങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താ മനസ്സിലാക്കേണ്ടത് നമ്മള്? അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സ്പയറി ഡേറ്റ് വരെ അല്ലെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് സാധനമാണെങ്കിലും എന്താണ് നമ്മൾ അതില് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കുന്നത്. ഇനി required items are acquired in a timely manner and at a reasonable cost. എന്താ പറയുന്നത്? ഏത് സാധനങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ വാങ്ങിക്കുക? in a timely manner and reasonable cost എന്ന് പറഞ്ഞാൽ എന്താ? പറയൂ. ന്യായമായ വിലയിൽ ഒരു കൃത്യമായ ന്യായമായ വിലയിലായിരിക്കും നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത് അല്ലെ? റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റ്. Purchasing done as per the needs of activities undertaken by the hospital. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്കാണ് ഈ സാധനം വാങ്ങിക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ ആവശ്യങ്ങളോ അനുസരിച്ച് ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും നമ്മൾ അവിടത്തേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റില് ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നു അത് നമ്മൾ കൃത്യമായ രീതിയിൽ പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു. ഓക്കെ, അല്ലാതെ ഹോസ്പിറ്റലിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരിക്കലും നമ്മൾ പർച്ചേസ് ചെയ്യില്ല അല്ലെ? ആവശ്യമുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതിനനുസരിച്ച് മാത്രമായിരിക്കുള്ളൂ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പർച്ചേസിംഗ് എന്ന് മനസ്സിലായോ? എന്താണ്? അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാകുന്നതിനെയാണ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അല്ലെ എല്ലാം കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ക്വാണ്ടിറ്റി കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കൊണ്ടും കൃത്യമായ രീതിയിൽ ലഭ്യമാകുന്നതിനെയാണ് നമ്മൾ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കൃത്യമായിട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആശുപത്രിക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ അതിനനുസരിച്ചായിരിക്കുള്ളൂ നമ്മൾ ആ സാധനങ്ങൾ കൃത്യമായിട്ട് എവിടെ നിന്നാണോ അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനമായിട്ടുള്ളത്? ഇവിടെ നമ്മുടെ ഈ പാരഗ്രാഫിൽ കുറെ മിസ്റ്റേക്സുകൾ ഉണ്ട്, കുറച്ച് തിരുത്താനുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കാം പർച്ചേസ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ് ഫ്രം എ റൈറ്റ് നൈറ്റ് അല്ല കേട്ടോ, റൈറ്റ് വെൻഡർ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി പോണേ. റൈറ്റ് വെൻഡർ, RIGHT, റൈറ്റ് വെൻഡർ. വെൻഡർ ആരാണ്? കച്ചവടക്കാരൻ. ഓക്കെ, അല്ലെങ്കിൽ ബസ് വിൽക്കുന്ന ആളല്ലെങ്കിൽ കച്ചവടക്കാരൻ. Then vendor of source at the right time at the right place. അപ്പൊ ആദ്യത്തെ പർച്ചേസിംഗ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണേ. പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയായിരിക്കും? To the right quality, right quantity, right price, right vendor, right time, right place. അപ്പൊ എത്ര എണ്ണം ടീച്ചർ പറഞ്ഞു? എത്ര എണ്ണം പറഞ്ഞു? 6 അല്ലെ? 6 R കുറിച്ച് പറഞ്ഞു. ഇവിടെ R എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിയേ. Of delivery, 16 hour of purchasing കണ്ടോ? അവിടെ നിങ്ങൾ വെട്ടാ 16 6 ആണ് കേട്ടോ. 6 എന്നാക്കണേ. ഇവിടെ ഇതേപോലെ ബ്രാക്കറ്റ് ഒന്നും ഇല്ല, അതൊന്ന് കട്ടിക്കളയണേ. ബ്രാക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. The right place of delivery, 6 hours of purchasing. 6 hour എന്ന് പറയുന്നത് എന്താണ്? R എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും നമ്മളിവിടെ പറയുന്നുണ്ടോ? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. 6 കണ്ടോ? അതിലെ ഫസ്റ്റ് ലെറ്റർ ആണ് ഈ ആറിനെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഡെലിവറി ഓഫ് 6 hour of purchasing. ഒരു പർച്ചേസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ 6 രീതികൾ ഉപയോഗിച്ചിട്ട് ഈ 6 മെത്തേഡ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ 6 എന്തൊക്കെയാണ്? 6 hour of purchasing എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
right quality, right quantity, right price, right vendor, right time and right place. ആറുണ്ടോ ഒന്ന് എണ്ണി നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. ശരിയാണോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായോ? 6R എന്തൊക്കെയാണെന്ന്, പർച്ചേസിംഗിന്റെ 6Rs എന്തൊക്കെയാണെന്ന്? ക്ലിയർ ആണെങ്കിൽ പറഞ്ഞു പോണേ, ക്ലിയർ അല്ലാതെ പറയണ്ടേ. യെസ്, ക്ലിയർ ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം മെറ്റീരിയൽസിന് അല്ലെ. കൃത്യമായ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം, നല്ല പ്രൈസ് ഉണ്ടായിരിക്കണം. റൈറ്റ് വെണ്ടർ എന്ന് വെച്ചാൽ നല്ലൊരു കച്ചവടക്കാരനിൽ കയ്യിൽ നിന്നായിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്. വെണ്ടർ റേറ്റിംഗ് ഇവാലുവേഷൻ. അപ്പൊ റൈറ്റ് വെണ്ടർ സോഴ്സ് വെണ്ടർ റേറ്റിംഗ് ഇവാലുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നല്ലൊരു കച്ചവടക്കാരൻ, നല്ല മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെ, അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ആ നല്ലൊരു കച്ചവടക്കാരന്റെ കയ്യിൽ നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത്. ഓക്കെ, നല്ലൊരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനി, അതാണ് വെണ്ടർ റേറ്റിംഗ് ഇവാലുവേഷൻ ഉദ്ദേശിക്കുന്നത്. ആ കമ്പനിയുടെ റേറ്റിംഗ് നോക്കും നമ്മൾ അല്ലെ. ഇന്ന മെറ്റീരിയൽസ് ഇന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ എങ്ങനെയായിരിക്കും, അപ്പൊ നമ്മൾ നോക്കും, റേറ്റിംഗ് നോക്കും. നല്ല ക്വാളിറ്റീസ് ഉള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കുള്ളൂ ആ വെഞ്ചറിന്റെ കയ്യിൽ അല്ലെങ്കിൽ ആ കച്ചവടക്കാരന്റെ കയ്യിൽ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇനി അറ്റ് ദ റൈറ്റ് ടൈം, കൃത്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കുന്നു അല്ലെ. ഏത് കച്ചവടക്കാരനാണോ അല്ലെങ്കിൽ അദ്ദേഹം ടൈമിലെ കൃത്യമായ പറഞ്ഞ പ്ലേസില് അല്ലെ, അറ്റ് ദ റൈറ്റ് പ്ലേസ് ഓഫ് ഡെലിവറി. എവിടെയാണോ പറഞ്ഞത്, ഏതൊക്കെ സാധനങ്ങൾ, ഇപ്പൊ 10 മെറ്റീരിയൽ ഉണ്ടെങ്കിൽ 10 എവിടെയായിരിക്കണം? 10ന് നല്ല 10 ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലെ. 10 ക്വാളിറ്റീസ് നല്ല ആ സാധനത്തിന്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് പ്രൈസില് നല്ലൊരു കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് കറക്റ്റ് ടൈമില് കറക്റ്റ് പ്രൈസില് ലഭ്യമാകണം. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പർച്ചേസിംഗിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ 6R ആണ് അല്ലെ. ഈ 6 കാര്യങ്ങൾ, ഈ 6 ആറും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ആദ്യത്തെ ഒബ്ജക്റ്റീവ് മനസ്സിലായോ പിള്ളേരെ? Then other objectives include, next objective ആണെന്ത്? Other objectives include keeping the constant flow of materials and to guarantee higher productivity. Keeping the constant flow of materials and to guarantee higher productivity. പർച്ചേസിന്റെ അടുത്ത രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെന്താണ് കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? എന്താണ്? അതായത് മെറ്റീരിയൽസിന് നിരന്തരമായ ഒഴുക്ക് ഉണ്ടായിരിക്കണം. അതായത് സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. യെസ്, എപ്പോഴും അത് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ മെഡിസിൻസ് ആയെങ്കിൽ കൂടി എന്ത് സാധനങ്ങൾ ആയിക്കോട്ടെ, അത് സ്റ്റോക്ക് തീർന്നാൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് അത് എപ്പോഴും എന്താണ്, എപ്പോഴും ലഭ്യമായിട്ട് തന്നെ ഇരിക്കണം. മാത്രമല്ല മെറ്റീരിയൽസ് ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. എന്തായിരിക്കണം? വളരെയധികം ഉൽപാദനക്ഷമ വരുത്തുന്നതായിരിക്കണം അല്ലെങ്കിൽ ഹയർ പ്രൊഡക്ടിവിറ്റി ഉള്ള സാധനങ്ങളായിരിക്കണം. സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളാണെങ്കിൽ കൂടി എന്താണ്, അതിന് ഹയർ പ്രൊഡക്ടിവിറ്റി ഗ്യാരണ്ടി ആയിരിക്കണം അല്ലെ. നല്ല ഉൽപാദനക്ഷമതയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതും പർച്ചേസിംഗിന്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. അപ്പൊ അത് ആദ്യ ഘട്ടത്തിലായിരിക്കും നമ്മൾ നോക്കേണ്ടത് അല്ലെ. ആദ്യം സാധനം വാങ്ങിക്കുന്ന സമയത്തായിരിക്കും ഇത്ര സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പൊ അതും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ എന്താണ് മെറ്റീരിയൽസ് തീരുന്നതിനനുസരിച്ച് നമുക്ക് നല്ല സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് മനസ്സിലാക്കിയത് കേട്ടോ. ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലായോ? അവിടെ വരെ ക്ലിയർ ആണോ? Yes.
ഇനി നമ്മൾക്ക് ഇവിടെ പറയുന്നത് എന്താണ്? Vendor evaluation is performed relying on the quality rating and delivery rating. എങ്ങനെയാണ് വെൻഡർ ഇവാലുവേഷൻ നടത്തുന്നത് നമ്മള്? അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ ഒരു കമ്പനീനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മള്? അവരുടെ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ് അല്ലെ? അവർ നൽകുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കും, അതുപോലെ തന്നെ എന്താണ് ഡെലിവറി, കൃത്യമായ രീതിയിൽ ഡെലിവറി നോക്കി, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു വെൻഡർ ഇവാലുവേഷൻ നോക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി. വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കമ്പനി ആയിരിക്കണം, ഒരു വെൻഡർ ആയിരിക്കണം അല്ലെ? അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നവരെങ്കിൽ എന്താണ് നമ്മളെ ഹോസ്പിറ്റലിൽ നഷ്ടം ഒരിക്കലും ഉണ്ടാവുന്നത്, അങ്ങനെ ഒരിക്കലും പാടില്ല. ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വെൻഡേഴ്സിനെ ആയിരിക്കണം മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഹോസ്പിറ്റൽസിന് ഇത്തരം വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽസ് വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് ഇത്ര ലിസ്റ്റ് ഉണ്ടായിരിക്കും, ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ കമ്പനിയിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, അവരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അത് നോക്കിയിട്ടായിരിക്കും. ഇപ്പൊ അവരുടെ കയ്യിലായിരിക്കും സ്ഥിരം വാങ്ങിക്കുന്നത്, അപ്പൊ എന്തായിരിക്കും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായി വരുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വെൻഡർ ഇവാലുവേഷൻ നോക്കുന്നത് എങ്ങനെയാണ്? ഒരു കച്ചവടക്കാരനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അല്ലെ? പ്രത്യേകിച്ച് ക്വാളിറ്റി റേറ്റിംഗ്, അവർ തരുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി നോക്കുന്നു, ഡെലിവറി റേറ്റിംഗ് നോക്കുന്നു. പിന്നെ ആ വെൻഡർ എങ്ങനെയായിരിക്കണം? ട്രസ്റ്റ്വർത്തി ആയിരിക്കണം അല്ലെ? അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിരിക്കണം. മാത്രമല്ല ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലിൽ എന്താണ് അംഗീകൃതമായിട്ട് കുറച്ച് പേരെ എന്താണ് അംഗീകരിച്ച കുറച്ച് മെറ്റീരിയൽസ് മുതലാളികൾ അല്ലെങ്കിൽ കമ്പനിക്കാരെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ കയ്യിൽ മാത്രമായിരിക്കും എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം ഒബ്ജക്റ്റീവ്സിൽ പറയുന്നതാണ്. ഇനി പർച്ചേസിന് നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് പർച്ചേസ് ഇസ് എ ബിസിനസ് ഫങ്ഷൻ. പർച്ചേസ് അല്ലെങ്കിൽ വാങ്ങൽ പ്രക്രിയ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഫങ്ഷൻ ആണ് അല്ലെ? ശരിക്കും അതൊരു ബിസിനസ് ഫങ്ഷൻ അല്ലേ? ഇതൊരു ബിസിനസ് പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അല്ലെ? Business function, since we convert resources into services, is then issued. ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിപ്പോ ഒരു മെഷീൻ വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തിട്ട് അതവിടെ വെച്ചാൽ മതിയോ? ഒരു സാധനം വാങ്ങിച്ചിട്ട് ബിസിനസ് ഫംഗ്ഷനിലേക്ക് വരുന്നതാണ് നമ്മൾ എന്താണെന്ന് പറയാൻ പോകുന്നുള്ളൂ. ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു, അതവിടെ വെച്ചാൽ മതിയോ? ഒരു മെറ്റീരിയൽ വാങ്ങിച്ച് അത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയോ? അത് എന്തിലേക്ക് കൊടുക്കണം നമ്മള്? യെസ്, we convert resource into services. അത് ആളുകളിലേക്ക് എത്തിക്കണം അല്ലേ? ഉപയോഗപ്രദമാകുമ്പോൾ മാത്രമേ അവിടെ ബിസിനസ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പർച്ചേസിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ പ്രവർത്തനം ആരംഭിക്കുന്ന എന്ത് വേണം? ആ സാധനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അല്ലെ? മറ്റുള്ളവർക്ക് അത് സർവീസ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ അവിടെ ബിസിനസ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ പർച്ചേസിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്താണ്? ബിസിനസ് ഫംഗ്ഷൻ. ഒരു സാധനം വാങ്ങിക്കുക, അത് അവിടെ വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ആ വാങ്ങിച്ച മെഷീൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം അല്ലെ? ഇതിന് സർവീസസ് ഉണ്ടായിരിക്കണം, അത് സേവനത്തിന് അധിഷ്ഠിതമാകണം, എങ്കിൽ മാത്രമേ അവിടെ ബിസിനസ് ഫംഗ്ഷൻ നടക്കുന്നുള്ളൂ. അടുത്തൊരു ഫംഗ്ഷൻ ആണ് എന്ത്? പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ. ഇവിടെ എന്താ പറയുന്നത്? വാങ്ങൽ എന്ന് പറയുന്നത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പണച്ചിലവുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ? ഇത് പണച്ചിലവുള്ള ഒരു പ്രവർത്തനമാണ്. And it coordinates with the finance department in event of bulk purchase. എന്താ അവിടെ പറയുന്നത്? സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പണച്ചെലവുള്ള ഒരു പ്രവർത്തനമാണ്. പണച്ചെലവ് എന്ന് പറയുമ്പോൾ എന്തിനെ കോർഡിനേറ്റ് ചെയ്താണ് ഒരു പർച്ചേസിംഗ് നടക്കുന്നത്? പ്രധാനമായിട്ടും എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ? എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ? എന്ത് വേണം?
മണി വേണം അല്ലെ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ പർച്ചേസിംഗ് സ്പെൻഡിങ് ഫങ്ഷൻസ് നടക്കുന്നത്. അല്ലെങ്കിൽ പണം ചെലവിന്റെ ഫങ്ഷൻസ് പ്രവർത്തിക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, യെസ്. അപ്പോ പർച്ചേസിന് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെഷീൻസ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾക്ക് അത് മറ്റുള്ളവർക്ക് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അതിന്റെ സർവീസസ് കൊടുക്കാൻ കഴിയുമ്പോഴാണ് അവിടെ ബിസിനസ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് സ്പെൻഡിങ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഫിനാൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ് രണ്ടാമതായി വരുന്നത്. അടുത്തത് എന്താണ്? പർച്ചേസിംഗ് ഈസ് എ വിഗോറസ് മാനേജ്മെന്റ്. എന്താണ് വിഗോറസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? വിഗോറസ് മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. പർച്ചേസിംഗ് ഈസ് എ വിഗോറസ് മാനേജ്മെന്റ് activity as we require proper planning of materials, price forecasting, demand forecasting, organizing, make arrangements of preparation, coordination, able administration and timely decision. So vigorous means, vigorous എന്ന് പറഞ്ഞാൽ എന്താണ്? vigorous കരുത്തുള്ള ഒരു മാനേജ്മെന്റ്. കരുത്തുള്ള ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? വിഗോറസ് മീൻസ് കരുത്തുള്ള എന്നാണ് കേട്ടോ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. വിഗോറസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത്, പ്രൈസ് ഫോർകാസ്റ്റിംഗ് ചെയ്ത്, സാധനങ്ങളുടെ പ്രൈസ് ഡിമാൻഡ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, അറേഞ്ച്മെന്റ്സ് കണ്ടെത്തി, പ്രിപ്പറേഷൻസ് നടത്തി, കോർഡിനേറ്റ് ചെയ്ത്, ഏബിൾ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻസ് ടൈംലി ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു പ്രോപ്പർ ചാനലിലൂടെ അല്ലെ. ഒരു സ്ട്രക്ചർ ഉണ്ട് ഇതിന്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന് എന്താണ്? അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തതിന് എന്താണ്? സ്ട്രക്ചറിലൂടെയാണ് ഇത് പോകുന്നത്. അല്ലാതെ നമ്മൾ എന്താണ് വെറുതെ പോയി സാധനം പർച്ചേസ് ചെയ്യില്ല. അതിനൊരു ഓർഡറിലാണ് അത് പോകുന്നത്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കൃത്യമായ തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻസ്, കൃത്യമായ ഡിസിഷൻസ് ഒക്കെ എടുത്ത് കൃത്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു അതെന്താണെന്നാണ് പറയുന്നത്? കരുത്തുള്ള ഒരു മാനേജ്മെന്റ് ആണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്തൊക്കെ പറയേണ്ടത് നമ്മള്? പർച്ചേസിംഗ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ, ദെൻ സ്പെൻഡിങ് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? വിഗോറസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലെ. വിഗോറസ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ അല്ലെ. വിഗോറസ് ആണ് ബിസിനസ് ഫംഗ്ഷൻ ഉണ്ട്, അതില് സ്പെൻഡിങ് ഫംഗ്ഷൻസ് ഉണ്ട്. 3 കാര്യങ്ങൾ പർച്ചേസിംഗിൽ വരുന്നുണ്ട്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ നടത്തുന്ന ഒരു പരിപാടിയല്ല, അത് മനസ്സിലാക്കുക. അതെങ്ങനെയാണ്? അത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ മാത്രമാണ്, കൃത്യമായ ഒരു സ്ട്രക്ചറിലൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞു പർച്ചേസിംഗ് എന്ന് പറഞ്ഞു. ഒരു പർച്ചേസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? Purchasing of hospitals vary according to the size and activities of the hospital. ഒരു വാങ്ങൽ പ്രക്രിയ ഒരു ഹോസ്പിറ്റലിലെ എന്തിനേക്ക് ആശ്രയിച്ചിരിക്കുന്നു? സൈസ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഒരു ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞില്ലേ, പാസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. പാസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലാണ് അല്ലെ. അവിടെ എന്താണ്? അവിടെ മെറ്റീരിയൽസ് ഒരുപാടായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്താണ്? അതിന്റെ സൈസ് കൂടുതലാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ വലിപ്പം കൂടുതലനുസരിച്ചും ആക്ടിവിറ്റീസ് കൂടുതലനുസരിച്ചായിരിക്കും നമ്മള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? കുറച്ച് സാധനങ്ങൾ മതിയാവും. വലിയ ഹോസ്പിറ്റലാണ് എങ്കിൽ എന്തോ ആക്ടിവിറ്റീസ് കൂടുതലാണ്, ഹോസ്പിറ്റലിൽ വലിപ്പം ഉണ്ട് അല്ലെ. സൈസ് ഉള്ളതിനാൽ തന്നെ അവിടെ മെറ്റീരിയൽസുകൾ കൂടുതലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, മനസ്സിലായോ? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. എന്തൊക്കെ പറഞ്ഞു? 6 R's ഉണ്ട് അല്ലെ. ഒബ്ജക്റ്റീവ്സ് പർച്ചേസിംഗിന് 6 R ഉണ്ട്. 6 R എന്തൊക്കെയാണ്? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്. അതർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. കൃത്യമായിട്ട് നല്ല ഉത്പാദനക്ഷമതയുള്ള പ്രൊഡക്ട്സുകളായിരിക്കണം പർച്ചേസ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ വെൻഡർ ഇവാലുവേഷൻ വരുന്നു. ഒരു വെൻഡറെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
എങ്ങനെയാണ്? ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. ക്വാളിറ്റി റേറ്റിംഗും ഡെലിവറി റേറ്റിംഗും നോക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ട്രസ്റ്റ്വർത്തി, അല്ലെ, വിശ്വാസയോഗ്യമുള്ള ഒരാളെ ആയിരിക്കണം. അത്തരത്തിലുള്ള ആളിൽ നിന്നുമായിരിക്കും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി എന്താണ്? ഹോസ്പിറ്റൽ അത്തരത്തിലുള്ള വെൻഡേഴ്സിന്റെ ഒരു അപ്രൂവൽ ആയിട്ടുള്ള ലിസ്റ്റ്, അല്ല അംഗീകൃതമായിട്ടുള്ള വെൻഡേഴ്സിന്റെ ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും അവരിൽ നിന്നുമായിരിക്കും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി പർച്ചേസിന് 3 ഫങ്ഷൻസുകളൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ബിസിനസ് ഫങ്ഷൻ, സ്പെൻഡിങ് ഫങ്ഷൻ, പിന്നെന്താണ്? അതൊരു വിഗോറസ് മാനേജ്മെന്റ് ആണെന്ന് പറയുന്നു. ബിസിനസ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിൻസ് വി കൺവേർട്ട് റിസോഴ്സസ് ഇൻടു സർവീസസ്. ഒരു സാധനം, റിസോഴ്സ് എന്ന് വെച്ചാൽ ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു അത് സർവീസസിന് കൊടുക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് അവിടെ ബിസിനസ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. സ്പെൻഡിങ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പണവുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ, അതായത് കോർഡിനേറ്റ് വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇവൻ ബൾക്ക് ഓഫ് പർച്ചേസ്, അല്ലെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് സ്പെൻഡിങ് ഫംഗ്ഷൻ പർച്ചേസിംഗിന് വരുന്നത്. ഇനി വിഗോറസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കരുത്തുള്ള മാനേജ്മെന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? അവിടുത്തെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്? ഒരു പർച്ചേസിംഗിന്റെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നു അതില്? പ്രോപ്പർ പ്ലാനിങ് വരുന്നു, അല്ലെ, പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽസ്. കൃത്യമായിട്ട് മെറ്റീരിയൽസ് പ്ലാൻ ചെയ്ത് അതിന്റെ പ്രൈസ് ഫോർകാസ്റ്റിംഗ്, അല്ലെ, മുൻകൂട്ടി കണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് മേക്ക് അറേഞ്ച്മെന്റ്സ് ഓഫ് പ്രിപ്പറേഷൻസ്, ദെൻ കോർഡിനേറ്റ് ചെയ്ത് ഏത് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് ടൈംലി ഡിസിഷൻസ് ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഒരു പർച്ചേസിന് കൃത്യമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത്? നമ്മള് അതൊരു കരുത്തുറ്റ മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങള് കണക്ട് ചെയ്തുകൊണ്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്? Purchasing of hospital vary according to the size and activity of the hospital. അല്ലെ, ഹോസ്പിറ്റലിന്റെ സൈസും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലുമായിരിക്കണം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടി കണ്ടാൽ മതി കേട്ടോ. ക്ലിയർ ആണോ പിള്ളേരെ? Okay. Yes. Okay. Thank you. Thank you so much. Leave it,